നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് മാറ്ററായിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചാണ്. എന്താണ് ഈ കോടതി വിധി എന്നല്ലേ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിന് ജീവനാംശം കൊടുക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. അറിഞ്ഞോ അറിയാതെയോ അപ്രസക്തമാക്കുന്ന ചില രീതിയിലുള്ള പ്രസ്തുത വിധിയെക്കുറിച്ചുള്ള ചില ആളുകളുടെ ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ സ്ത്രീധനം വാങ്ങാനോ പിടിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഇന്ത്യയിൽ വന്നതിന് ശേഷമല്ല ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ ഈ ഭൂമുഖത്ത് കൊണ്ടുവരുന്നേക്കാൾ മുമ്പേ അറേബ്യൻ നാടുകളിൽ സ്ത്രീധന പ്രശ്നങ്ങളും വഴക്കുകളും അതിനെ ചൊല്ലി തന്നെ കിടാങ്ങളെ കുഴി കുത്തി മൂടി കൊല്ലുന്ന രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയത്തെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ മഹർ എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമയെ വിവാഹം കഴിക്കുന്ന അലിയാർ തങ്ങൾ പടച്ചട്ട വിറ്റ പൈസ കൊണ്ടാണ് മഹർ കൊടുക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വിഷയം ഇപ്പോൾ അതല്ല. ഇടപാട് തീർത്തു കഴിഞ്ഞ പെണ്ണിനും കുട്ടിക്കും ഞാൻ വല്ല ജീവനാംശവും കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മുസ്ലിം കോടതിയിൽ കൊടുത്ത പരാതി പ്രകാരമാണ് കോടതി പ്രസ്തുത വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് ഈ വസ്തുതയെ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിലുള്ള ആ നിയമം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിട്ട് കുറേ കാലമായി. ഇതാണ് സത്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ട് ഉള്ള എൻ്റെ മകൻ്റെ ഭാര്യയിലുള്ള കിടാങ്ങൾക്ക് എൻ്റെ മകൻ്റെ അഭാവത്തിൽ ഞാൻ ജീവനാംശം നൽകണമെന്നാണ് ഇന്ത്യൻ വിധി ഇതിനു മുമ്പേ തന്നെ ഉള്ളത്. അപ്പോൾ ആ വിവരമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ മുഴുവൻ പ്രസ്തുത വിധി തകർത്തെറിഞ്ഞു എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യൻ നിയമപ്രകാരമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അവർക്കറിയില്ല. മുസ്ലിമാന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതോ ഒരു പയ്യൻ അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ ഞാൻ ജീവനാംശം കൊടുക്കേണ്ടതുണ്ടോ എൻ്റെ ഭാര്യക്കും കുട്ടിക്കും, അല്ലെങ്കിൽ അയാളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുത്താണ്, കോടതിയിൽ പോയതാണ്. അപ്പോൾ ആ കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് കുട്ടിക്കും ഭാര്യയ്ക്കും ജീവനാംശം കൊടുക്കാൻ നിങ്ങൾ ഉത്തരവാദിയാണ്. ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? അപ്പോൾ ഈ പ്രസ്താവിച്ച വിധിക്ക് ശേഷമാണ് ഈ വിധി വന്നിട്ടുള്ളത് എന്നുള്ള വളച്ചൊടിക്കലാണ് പറ്റാത്തത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവനൊക്കെ പമ്പര വിട്ടിയാക്കുന്ന ഒരു ഏർപ്പാടാണുള്ളത്. നിയമങ്ങൾ നിങ്ങൾ എങ്ങനെ വെച്ചാൽ നടത്തുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല. കാരണം ഇസ്ലാമിനേക്കാൾ പെർഫെക്റ്റായ ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിൽ അത് സന്തോഷമുള്ള ആ കാര്യത്തിൽ. പക്ഷേ ഇസ്ലാമിൽ ആദ്യം തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നതാണത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആ ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അപകടകരമായ അവസ്ഥയിൽ മരണപ്പെട്ടു പോയ
ആളുടെ ഭാര്യയെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഉത്തരവാദിത്വ പ്രകാരം സ്വീകരിക്കും ആവുന്നതുമാണ്. അതാണ് ഈ രണ്ടാം വിവാഹം എന്ന് പറയുന്നത്. അല്ലാതെ വഴിയിലൂടെ പോകുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കിംവദന്തി പ്രകാരമല്ല ഈ ഒരു വസ്തുതയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ രണ്ടാം വിവാഹത്തിലൂടെ അന്ന് ഉദ്ദേശിച്ചിരുന്നത്. അല്ലാതെ ഇസ്ലാം കൂടുതൽ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്നുള്ള കുപ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അവിടെ ഈ വിവാഹം ചെയ്തിട്ട് ഇടപാട് തീർത്തിട്ടുള്ള ഭാര്യയിലുള്ള കുട്ടിക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണം എന്നുള്ളത് ഈ നിയമം വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇന്ത്യൻ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടോ? അത് എടുത്തു കളയാനൊന്നും ആർക്കും സാധ്യമല്ല. അത് എടുത്തു കളയാനും ഒരു മതക്കാരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ അതൊന്നും കൂടിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകാരമുള്ള പ്രഖ്യാപനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുത വളരെ ശരിയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ കുപ്രചാരണങ്ങൾ പോലത്തത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇസ്ലാമികമല്ല താനും. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.